വിശദമായ വാർത്തകളിലേക്ക് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരും. നേതൃമാറ്റ ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ യോഗത്തിനിടെ ഉന്നയിക്കും. പാർലമെന്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കുന്ന സാഹചര്യത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രവർത്തക സമിതി യോഗം തിരക്കിട്ട് വിളിച്ചു ചേർത്തത്. തോൽവിയുടെ കാരണം സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ വിശദീകരിക്കും. റിപ്പോർട്ടിൽ വിശദമായ ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽവാദി നേതാക്കൾ നിലപാട് കടുപ്പിക്കും. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടും. ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, മുകുൾ വാസ്നിക് തുടങ്ങിയ നേതാക്കളാണ് പ്രവർത്തക സമിതി യോഗത്തിൽ തിരുത്തൽവാദി സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഗാന്ധി കുടുംബത്തിനെതിരെ തിരുത്തൽവാദി നേതാക്കൾ വിമർശനം ഉയർത്തിയാൽ പ്രവർത്തക സമിതിയിലെ ഭൂരിപക്ഷം നേതാക്കളും ഒറ്റക്കെട്ടായി എതിർക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് സമയക്രമം നിശ്ചയിച്ചതാണെങ്കിലും സെപ്റ്റംബറിൽ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ തീരുമാനിച്ചേക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്ന് രാവിലെ 10 മണിക്ക് CPP ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഭാരവാഹികളാണ് വരുന്ന ഒരു മാസക്കാലത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജിയെ സംബന്ധിച്ച്, നിലപാടുകളെ സംബന്ധിച്ച്, അവിടെ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നത്. ഇതൊരു യൂഷ്വൽ മീറ്റിംഗ് ആണ്. ചുമതലകൾ ഒഴിയാനുള്ള സന്നദ്ധത സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യോഗത്തെ അറിയിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് നിഷേധിച്ചിരുന്നു. ന്യൂസ് 18 ഡൽഹി. പാർട്ടി വേദിയിൽ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി ടി പത്മനാഭൻ. കോൺഗ്രസിൽ ഇനി റോബർട്ട് വാദ്ര വരാത്ത കുറവേയുള്ളൂവെന്ന് പത്മനാഭൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി അമേഠിയിൽ ജയിച്ച ശേഷം 5 വർഷം കഴിഞ്ഞ് വയനാട്ടിലേക്ക് വന്നു. സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ട ശേഷവും എല്ലാ ദിവസവും മണ്ഡലത്തിൽ പോയി. നേതാക്കൾ നേതൃത്വത്തിൽ എല്ലാ കാലത്തും അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കഷ്ടമാണെന്നും ടി പത്മനാഭൻ കുറ്റപ്പെടുത്തി. എറണാകുളം DCCയുടെ നേതൃത്വത്തിലുള്ള സബർമതി പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പത്മനാഭൻ. സുഹൃത്തുക്കളെ, എക്കാലത്തും അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചിരിക്കുക എന്നത് വളരെ ദാരുണമായ. മനുഷ്യൻ ആർത്തിയുണ്ടാകും, ആഗ്രഹമുണ്ടാകും. പക്ഷെ ദുരാർത്തി, ദുരാശ എന്നൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? വാദ്ര ഒരാഴ്ചക്ക് മുമ്പെയാണ് ബഹുമാന്യനായ നമ്മുടെ വലിയ നേതാവായ റോബർട്ട് വാദ്ര പറഞ്ഞത്, ഞാൻ ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം വരാത്ത ഒരു കുറവേ നമുക്കുള്ളൂ. അദ്ദേഹം വരാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ. 2 സീറ്റാ സർ കിട്ടിയത്. രാഹുൽ ഗാന്ധിജി തോറ്റു. അദ്ദേഹം ഇത് സ്ഥിരമാണ് ഈ സീറ്റ് എന്ന് വിചാരിച്ചു. ഞാൻ സ്മൃതി ഇറാനിയുടെ ആരാധകനല്ല, ഇനിയൊട്ടാവുകയുമില്ല. ഇതുവരെയല്ല. അവരോട് ഞാൻ ഹാറ്റ്സ് ഓഫ് പറയും. എന്താണെന്ന് വെച്ചാൽ, അവർ തോറ്റതിന് ശേഷം ചെയ്തത് നിത്യവും ആ മണ്ഡലത്തിൽ പോയി, നിത്യവും ഒരു ദിവസം പോലും എന്നെ തോൽപ്പിച്ചവരല്ലേ, ഇനി ഞാൻ ഇവിടെ വരുന്നില്ല എന്നല്ല. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ രാഹുൽജി വയനാട്ടിലേക്ക് വരാനുള്ളത്. അവിടെ സ്മൃതി ഇപ്പോൾ ഒന്നുമില്ല, എവിടെയോ 2 ഉണ്ട്. ഖേദത്തോടുകൂടിയാണ് പറയുന്നത്. 8 മണിയുടെ അന്തിച്ചർച്ചയിൽ ഞാൻ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെയുള്ള ചില മുഖങ്ങളൊക്കെ എനിക്ക് പരിചിതം. സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട്, കേട്ട് മനസ്താപപ്പെടാറുമുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യോഗി കൂടിക്കാഴ്ച നടത്തും. ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണ ചർച്ചകളും BJPയിൽ പുരോഗമിക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച ഉറപ്പാക്കിയ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തിയത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് പ്രധാനമന്ത്രിയുമായും യോഗി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യോഗി മടങ്ങുക. അതേസമയം ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണ ചർച്ചകളും BJPയിൽ പുരോഗമിക്കുകയാണ്.
മണിപ്പൂരിൽ എൻ ബീരൻ സിംഗും ഗോവയിൽ പ്രമോദ് സാവന്തും തുടരുമെന്നാണ് വിവരം. ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ പേരുകളും പരിഗണിക്കുന്നുണ്ട്. സത്പാൽ മഹാരാജ്, ബൻസിന്ദർ റാവത്ത് എന്നീ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ചർച്ചകൾ പൂർത്തിയായ ശേഷം BJP പാർലമെന്ററി ബോർഡ് 4 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കും. ന്യൂസ് 18 ഡൽഹി. പഞ്ചാബിൽ നിയുക്ത മുഖ്യമന്ത്രി ഭഗവത് മാന്റെ നേതൃത്വത്തിൽ AAPയുടെ റോഡ് ഷോ തുടരുന്നു. അമൃത്സറിൽ നടക്കുന്ന റാലിയിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് റാലിയുടെ ഭാഗമായത്. നേരത്തെ ഭഗവത് മാനും കെജ്രിവാളും സുവർണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ജാലിയൻ വാലാബാഗ് സ്മാരകത്തിൽ ഇരുവരും പുഷ്പചക്രം. ചിന്തയിലെ CPI വിമർശനത്തിന് പാർട്ടി വാരികയിലൂടെ മറുപടി നൽകുമെന്ന് കാനം രാജേന്ദ്രൻ. പ്രത്യയശാസ്ത്ര തർക്കങ്ങളിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുമെന്നും വിമർശനം ശരിയാണോ എന്ന് CPM പരിശോധിക്കട്ടെ എന്നും കാനം രാജേന്ദ്രൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ CPM പ്രസിദ്ധീകരണമായ ചിന്തയിലെ രൂക്ഷമായ CPI വിമർശനം പാർട്ടി നിലപാടല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. സമ്മേളനകാലത്ത് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൊണ്ടും കൊടുത്തും നീക്കം നടത്തുകയാണ്. CPM പ്രസിദ്ധീകരണമായ ചിന്താവാരികയിൽ അടുത്തിടെ വന്ന രൂക്ഷമായ CPI വിമർശനത്തിന് കാനത്തിന്റെ മറുപടി ഇങ്ങനെ: അവരുടെ അഭിപ്രായം അവർക്ക് പറയാം, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളും പറയാം. അത് വിമർശിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ചിന്തയിലെ ലേഖനം പാർട്ടി നിലപാടല്ലെന്നാണ് കോടിയേരിയുടെ പ്രതികരണം. CPIയുടെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് കോടിയേരിയുടെ ഒളിയമ്പ്. എഴുതിയാൾക്ക് പലതും എഴുതാം. CPMന് അഭിപ്രായം ഉണ്ടെങ്കിൽ CPM തന്നെ പറയും. അതിനാരുടെ സീറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും വരെ ഉപേക്ഷിക്കേണ്ട പാർട്ടിയാണ് CPI എന്നായിരുന്നു ചിന്തയിലെ ലേഖനത്തിലൂടെയുണ്ടായ വിമർശനം. റിവിഷനിസ്റ്റ് രോഗം ബാധിച്ചവരും വർഗവഞ്ചകർ എന്ന പ്രയോഗം അനർത്ഥമാക്കുന്നവരുമാണ് CPI എന്ന് ചിന്ത പറയുന്നു. സമ്മേളനകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലും വിമർശനം പതിവാണ്. CPM വിമർശനങ്ങൾക്ക് പാർട്ടി വാരികയായ നവയുഗത്തിലൂടെ അടുത്തയാഴ്ച CPI മറുപടി നൽകും. രാജ്യസഭാ സീറ്റ് തർക്കം ഇരു പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യയശാസ്ത്ര തർക്കം വീണ്ടും വിഷയമാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചതായി കണ്ടെത്തൽ. 12 നമ്പറുകളിലേക്കുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഫോറൻസിക് പരിശോധനയിലൂടെ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. ദിലീപിന്റെയും സഹോദരൻ അനൂപിന്റേതുമടക്കമുള്ള പ്രതികളുടെ ഫോണുകളിൽ നിന്നും 12 ഫോൺ നമ്പറുകളിലേക്കുള്ള വാട്സ്ആപ്പ് ചാറ്റ് വിവരങ്ങൾ പ്രതികൾ നശിപ്പിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നശിപ്പിച്ച വിവരങ്ങൾ തിരികെ എടുക്കാൻ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിന്റെ സഹായം തേടി. ഫോറൻസിക് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിച്ചേക്കും. ഫോൺ വിവരങ്ങൾ നശിപ്പിച്ചുവെന്ന് സ്ഥിരീകരിച്ച് മുംബൈയിലെ ലാബുടമ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. 75,000 രൂപ വീതം ഈടാക്കിയാണ് ഫോൺ വിവരങ്ങൾ നശിപ്പിച്ചതെന്നും ലാബുടമ വ്യക്തമാക്കിയിരുന്നു. ലാബിലെത്താൻ ദിലീപിനെ സഹായിച്ചത് മുൻ IPS ഉദ്യോഗസ്ഥൻ വിൻസെന്റ് ചൊവ്വല്ലൂറാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. നശിപ്പിച്ച ഫോൺ രേഖകൾ ദിലീപിന്റെ അഭിഭാഷകൻ കണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഫോണുകൾ കൈമാറാൻ കോടതി ഉത്തരവിട്ടത് ജനുവരി 29-നാണ്. മുംബൈക്ക് അയച്ച 4 ഫോണുകളിലെയും വിവരങ്ങൾ ഇതിനു മുൻപായി നീക്കം ചെയ്തതായാണ് കണ്ടെത്തൽ. നശിപ്പിച്ച തെളിവുകളുടെ മിറർ ഇമേജ് വീണ്ടെടുക്കാൻ തങ്ങൾക്കായെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ വിശദീകരിച്ചു. പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ മറുപടി സമർപ്പിക്കാൻ പ്രതികൾ കൂടുതൽ സമയം തേടിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിക്കെതിരെ ഒരു ലൈംഗിക പീഡന പരാതി കൂടി. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന മലയാളി യുവതിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലായി പരാതി നൽകിയത്. വിവാഹത്തിന് മേക്കപ്പ് ഇടാനെത്തിയപ്പോൾ അനീസ് അൻസാരി അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. പരാതി ലഭിച്ചതിന് പിന്നാലെ ഇവരുമായി പോലീസ് ബന്ധപ്പെട്ടു. കൂടുതൽ തെളിവുകൾ അനീസിനെതിരെ നൽകാൻ തയ്യാറാണെന്ന് യുവതി പോലീസിനെ അറിയിച്ചു. വിവാഹ സമയമായതുകൊണ്ടാണ് അന്ന് അനീസ് അൻസാരിക്കെതിരെ പരാതി നൽകാതിരുന്നത് എന്നും യുവതി വ്യക്തമാക്കി. കൊച്ചിയിൽ 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ അച്ഛൻ സജീവിനെയും മുത്തശ്ശി സിപ്സിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇതിനു മുന്നോടിയായി പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. കൊലപാതകത്തിൽ സിപ്സിക്കും സജീവനും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. നിലവിൽ ഇരുവർക്കുമെതിരെ ബാലനീതി നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുഞ്ഞിന്റെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തി എന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്.
ഗുണ്ടകൾക്കൊപ്പം യൂണിഫോമിൽ മദ്യപിച്ച പോലീസുകാരന് സസ്പെൻഷൻ. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജിഹാനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗുണ്ടാ നേതാവ് മെന്റൽ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കൊപ്പമാണ് ജഹാൻ മദ്യപിച്ചത്. ഇതേ സ്റ്റേഷനിലെ സിഐക്കെതിരെ മണൽ മാഫിയയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചു. കൈക്കൂലി തുക ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഐജിക്ക് ലഭിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചും സിഐക്കെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് യുവാവിന് തലയ്ക്ക് വെടിയേറ്റു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. പാങ്ങോട് സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ റഹീമിനാണ് തലയ്ക്ക് വെടിയേറ്റത്. വർക്ക്ഷോപ്പ് ഉടമയായ വിനീതാണ് വെടിവെച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടയ്ക്കൽ തിരുവാതിര ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം. വെടിയേറ്റ റഹീം നേരത്തെ വിനീതിന്റെ വർക്ക്ഷോപ്പിൽ ബൈക്ക് റിപ്പയറിംഗിന് നൽകിയിരുന്നു. ഇത് കൃത്യസമയത്ത് തിരിച്ചു നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചത്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. നിലവിൽ കോട്ടയം, കൊല്ലം ജില്ലകളിൽ 37 തൃശൂരിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ചില ജില്ലകളിൽ നേരിയ തോതിൽ വേനൽ മഴ ലഭിക്കുമെന്നും ചൂടിന് ശമനമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കനത്ത ചൂടിൽ വലഞ്ഞ ജനം. ഇനിയും ചൂട് കൂടുകയാണെങ്കിൽ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. കോഴിക്കോട് നിന്ന് ലിനിഷ മാഗാടിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂട് 3 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചത് 40 ഡിഗ്രിയിലെത്താനുള്ള സാധ്യത അവർ നമുക്ക് മുന്നറിയിപ്പിൽ നൽകുന്നുണ്ട്. ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നമുക്ക് നൽകിയ നിർദ്ദേശം. ചൂട് നന്നാല് നല്ല ചൂടാണ്, ഓവറായിട്ടുള്ള ചൂടാണ്. ഇപ്പൊ 2 ദിവസമായി നല്ല ചൂടാണ്. ചൂടിൽ പണിയെടുക്കാനൊന്നും കഴിയില്ല, വീട്ടിന്റെ അകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വൃക്ഷങ്ങളൊക്കെ വെട്ടിയിട്ട് കംപ്ലീറ്റ് മൈതാനം പോലെ ആക്കിയിട്ടതിന്റെ പേരിൽ ഓടി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഒരു കയറിക്കാൻ പോലും തണലില്ല. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് BP കൂടിപ്പോയി. ഇവിടെ ഇരിക്കാന്നല്ലോ താങ്കൾക്ക്. ചൂട് നല്ല ചൂടാ. എന്നുവെച്ചാൽ ആളെ കുഴങ്ങിപ്പോവും, വരാൻ കഴിയില്ല. പുറത്തൊക്കെ ഇറങ്ങില്ല ആള് വരിങ്ങനെ ചൂടുകൊണ്ട്. പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് ഡെലിവറി ബോയ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. സമയത്തിന് സാധന എത്തികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ ഒരു ആശ്വാസം ഓരോ കടകളൊക്കെ തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് ആശ്വാസമായിട്ടുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരുപാട് ലോങ്ങൊക്കെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ് ഇപ്പം അത്യാവശ്യം കച്ചവടം ആയി വരുന്നുണ്ട്. വെള്ളം കുടിക്കാൻ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല കച്ചവടമാണ് ഇപ്പോൾ. അതെ, പക്ഷെ ഇപ്പം എല്ലാ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. ആളുകൾ ഇത് നല്ലോണം വരുന്നുണ്ട്. ചൂട് നല്ല ചൂടാണ്, അവിടെ നിൽക്കാനില്ല. കൊണ്ടുള്ള കാരണം കുറച്ചൊരു സമാധാനമുണ്ട്. എന്നാലും രാത്രി ഉറങ്ങാൻ കഴിയില്ല. രാവിലെ തന്നെ നല്ല വേർക്കുന്നുണ്ട്. ചായ ചോറിനാനില്ല, വെറും വെള്ളം കൂടി തന്നെ. ചൂട് പൊതുവെ മീനം കുംഭമാസം കഴിയല്ലേ, മീനം വരാൻ പോവാണല്ലോ. ഇതേ ചൂട് പോവാണെങ്കിൽ ആളുകൾ മുഴുവനും തളർന്നു വീഴും. കാരണം അതിനാത്രം ചൂട് കൂടുന്നു. എന്തായാലും പുറത്തിറങ്ങുന്നവർ വെള്ളം കുടിച്ച് മടുക്കും. ചൂടിനെ അതിജീവിക്കാൻ ജാഗ്രത പാലിച്ചേ മതിയാകും. ക്യാമറാമാൻ ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം ലിനിഷ മങ്ങാട്, ന്യൂസ് 18 കോഴിക്കോട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കേസിൽ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സുപ്രീം കോടതിയെ സമീപിച്ചു. അണക്കെട്ട് തകരുമെന്ന ആശങ്കകൾ സാങ്കല്പികമാണ് എന്ന് കരുതി ആർക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അണക്കെട്ടിന്റെ കാലാവധി നിശ്ചയിക്കണമെന്നും ആവശ്യം. മുല്ലപ്പെരിയാർ തകർന്നാൽ 4 അണക്കെട്ടുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും അപേക്ഷയിൽ പറയുന്നു. മുല്ലപ്പെരിയാർ കേസിൽ അന്തിമവാദം കേൾക്കൽ ഈ ആഴ്ച ആരംഭിക്കാനിരിക്കെയാണ് ഡീൻ കുര്യാക്കോസിന്റെ അപേക്ഷ. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യൻ സേന. പലായനം ചെയ്യുകയായിരുന്ന കുട്ടി ഉൾപ്പെടെ 7 സാധാരണക്കാരെ കീവിന് സമീപം റഷ്യൻ സേന വെടിവെച്ചിട്ടതായി യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 13,000-ലധികം പേരാണ് ഇന്നലെ മാത്രം മനുഷ്യ ഇടനാഴിയിലൂടെ യുക്രൈൻ വിട്ടത്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ റഷ്യയുമായി ചർച്ച തുടരുകയാണെന്നും മധ്യസ്ഥത വഹിക്കാൻ ഇടപെടണമെന്നും യുക്രൈൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. റഷ്യൻ സേന തടങ്കലിലാക്കിയ മെലിറ്റോപോൾ മേയറെ മോചിപ്പിക്കാനും യുക്രൈൻ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും സഹായം തേടി. അതേസമയം ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഓഹരി വിപണി അടുത്ത ആഴ്ച കൂടി അടച്ചിടാനാണ് റഷ്യയുടെ തീരുമാനം.
നാട്ടിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് യുക്രൈൻ സേനയ്ക്കൊപ്പം പോരാട്ടത്തിന് ചേർന്ന വിദ്യാർത്ഥി സായി നികേഷ്. കുടുംബത്തോടാണ് സായി നികേഷ് ഇക്കാര്യം പറഞ്ഞത്. കോയമ്പത്തൂർ ഗൌണ്ടംപാളയം സ്വദേശിയായ സായി നികേഷ് ഹർക്കീവ് എയറോനോട്ടിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയാണ്. യുക്രൈനു വേണ്ടി പ്രതിരോധ രംഗത്തിറങ്ങാൻ സന്നദ്ധരാവുന്ന വിദേശികൾക്ക് പ്രവേശന വീസ വേണ്ട എന്ന സെലൻസ്കിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സായി സേനയ്ക്കൊപ്പം ചേർത്തത്. എന്നാൽ മകനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. പോക്സോ കേസിൽ അറസ്റ്റിലായ കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലുടമ റോയി വയലാട്ടിനെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. റോയിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചോദ്യം ചെയ്യലിനു ശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ UV കുര്യാക്കോസ് അറിയിച്ചു. രാവിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയാണ് റോയ് കീഴടങ്ങിയത്. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനാലാണ് ഇത്രയും ദിവസം കീഴടങ്ങാതിരുന്നത് എന്ന് റോയിയുടെ അഭിഭാഷക ഐറിൻ മാത്യു പറഞ്ഞു. We've been waiting to meet Roy. ഇവിടെ സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ I spoke to the ACP. He said I can't meet him. So I don't understand why there is a need to not let me meet my client. ഞങ്ങൾക്കൊരു അധികാരമില്ലേ? ഇപ്പോൾ ഒരാൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ക്ലയന്റിനോട് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ലേ? ദേ നോട്ട് പ്രൊവൈഡിങ് അസ് ദാറ്റ്. റീസൺ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കാണാൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണാം, ഞാൻ എന്ത് അടിസ്ഥാനത്തിൽ അത്ര ഇവിടെ വന്നിട്ടുള്ളത്? അപ്പൊ എനിക്ക് എന്റെ ക്ലയന്റിനെ മീറ്റ് ചെയ്യണ്ടേ? അത് മാത്രമല്ല, വാട്ട് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇസ് പ്യുവർ വിക്ടിമൈസേഷൻ. ഒരാളെ കിട്ടി അതിന്റെ ഒരു സ്കേപ്പ് ഗോട്ട് ആക്കുവാണ് പുള്ളിക്കാരനെ. അത്രേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ലെറ്റ് us മീറ്റ് ഹിം. ഇറ്റ്സ് ലൈക്ക് എ ബേസിക് റൈറ്റ്. അത്രേ ഉള്ളൂ. ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലേ, സറണ്ടർ ചെയ്യാൻ പോകുന്ന ഒരു ക്ലയന്റിനെ, അതും ദേ ഡെലിബറേറ്റ്ലി ട്രൈ ടു ഡിലേ ദി അറസ്റ്റ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് എത്രയും കൂടുതൽ ഡിലേ ചെയ്യാൻ പറ്റുമോ അത്രയും അവർ നോക്കിക്കൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, ഈ റോയ് വയലാട്ട് ചോദ്യം ചെയ്യലിനോടും മറ്റും സഹകരിക്കുന്നുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ഒപ്പം തന്നെ ഈ അഞ്ജലി റീമാദേവ് മറ്റൊരു പ്രതിയാണ്, അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ചോദ്യം ചെയ്യലിനുമായി റോയ് വയലാട്ട് സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ മൊഴി ഇപ്പോൾ ACP ഓഫീസിൽ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി റോയ് വയലാട്ടിനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു പോലീസ്. ഇയാളുടെ നമ്പർ 18 ഹോട്ടലിലും അതോടൊപ്പം തന്നെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. എങ്കിലും പിടികൂടാനായിരുന്നില്ല. ഇന്ന് 10 മണിയോടെയാണ് മട്ടാഞ്ചേരി ACP ഓഫീസിൽ നേരിട്ട് ഹാജരാകുന്നത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് DYSP ബിജി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം 11 മണിയോടുകൂടി ഇവിടെ എത്തി. ഏകദേശം 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. ഇപ്പോൾ മൊഴിയെടുക്കൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും ഈ മൊഴിയെടുക്കലിന് ശേഷം. ഇതിനുശേഷം ഇന്ന് തന്നെ നമ്പർ 18 ഹോട്ടലിൽ എത്തിച്ച് റോയ് വയലാട്ടിനെ തെളിവെടുക്കും. നാളെയാവും കോടതിയിൽ ഹാജരാക്കുക. ഇതിൽ 2ാം പ്രതിയാണ് സൈജുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുവെന്നാണ് പറയുന്നത്. ഈ സൈജുവിനെ കുറിച്ച് ചില വിവരങ്ങൾ ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ റോയ് വയലാട്ടിന് അറിയാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ ഫോണിലോ മറ്റൊക്കെ ബന്ധപ്പെട്ടുണ്ടോ എന്നൊരു വിവരങ്ങളാണ് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ബസ്സുകളിലെ കൺസെഷൻ തുക വിദ്യാർത്ഥികൾക്ക് തന്നെ നാണക്കേടെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പലരും 5 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങാത്ത സാഹചര്യമാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കും. സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്നും പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ ചർച്ചകൾ നടത്തി മിനിമം നിരക്ക് വർദ്ധിപ്പിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. INL LDF യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. INLലെ തർക്കങ്ങളെക്കുറിച്ച് പരാതിയുണ്ടോ എന്ന് മുന്നണിയാണ് പറയേണ്ടത്. പാർട്ടിയിൽ പ്രതിസന്ധിയില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ. LDF യോഗത്തിലേക്ക് INLന് ക്ഷണമില്ല എന്ന വാർത്തയോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അന്ന് പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച ചില ആളുകൾക്കെതിരെ അഖിലേന്ത്യാ കമ്മിറ്റി നടപടിയെടുത്തു കഴിഞ്ഞു. അവർ പാർട്ടിക്ക് പുറത്താണ്. പക്ഷെ ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ INL ഇടതുപക്ഷ മുന്നണി ഘടകകക്ഷിയാണ്. സ്വാഭാവികമായും INL നേതാക്കൾ അതിൽ പങ്കെടുക്കും. ഈ നിലവിലെ അവസ്ഥ ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കുമോ പാർട്ടിയെ? നിലവിൽ പുതിയ അവസ്ഥകളൊന്നും ഇല്ലല്ലോ. മുന്നണിയെ നിലവിൽ, അതായത് ഏത് തരത്തിലാണ് ഇപ്പോൾ പാർട്ടി എന്നുള്ളത് എങ്ങനെ കേരളത്തിലെ 14 ജില്ലകളും ഒറ്റക്കെട്ടായി പാർട്ടിയോടൊപ്പം നിൽക്കുന്നു. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഒറ്റക്കെട്ടായി കേരളത്തിലെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നു. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? കുറച്ച് ചാനലുകാരുണ്ടാക്കുന്ന പ്രശ്നമല്ലാതെ വേറെ എന്താ പ്രശ്നം? മലപ്പുറം വേദിയാകുന്ന സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങളുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു.
തൃശൂർ കേച്ചേരി സ്വദേശി VG പ്രദീപ് കുമാർ രൂപകൽപ്പന ചെയ്ത ലോഗോ ആണ് ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തത്. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയാണ് മലപ്പുറം ജില്ലയിൽ സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ. മലപ്പുറം, കോട്ടപ്പടി, മഞ്ചേരി, പയ്യനാട് സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.